അങ്ങനെ എനിക്ക് തോന്നിയൊരു സംശയത്തിൻ്റെ റിസൾട്ടാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. നമ്മുടെ ആരോഗ്യ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. 110 പോയിന്റിൻ്റെ വ്യത്യാസമാണ് 2 ലാബുകൾ തമ്മിൽ ഒരു നാട്ടിലുണ്ടായിരുന്നത്. ഏറ്റവും കുറഞ്ഞ LDL എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്ന ടെസ്റ്റ് സെൻറ്ററിൽ 130 പോയിൻ്റാണ് കാണിച്ചത്. ഏറ്റവും കൂടുതൽ കാണിച്ച സ്ഥലത്ത് 205 ആണ്. ഇങ്ങനെയാണോ നമ്മുടെ ആരോഗ്യരംഗം പോകേണ്ടത്? ഇത് വെച്ച് മെഡിസിൻ എടുക്കേണ്ട ഒരു രോഗിക്ക്, അല്ലെങ്കിൽ റിസൾട്ട് കൂടുതൽ കാണിച്ച ഒരാൾ മെഡിസിൻ എടുക്കാൻ പോയാൽ അയാൾ എന്ത് വിശ്വസിച്ചാണ് മെഡിസിൻ എടുക്കുന്നത്? അപ്പോൾ ഞാൻ ഈ റിസൾട്ട് ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ദൈവമേ എന്ന. ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണിത്. തീർച്ചയായിട്ടും ഞാനിത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തും. ആരോഗ്യമന്ത്രിക്കടക്കം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, സീനവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയെക്കുറിച്ച്, നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. നമ്മളൊക്കെ കൊളസ്ട്രോൾ നോക്കാറുണ്ട്, നമ്മളൊക്കെ ഷുഗർ നോക്കാറുണ്ട്. എന്നാൽ ഈ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വ്യായാമം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മരുന്ന് മേടിക്കാറുണ്ട്, ഡോക്ടറെ കണ്ട് മെഡിസിൻ മേടിച്ച് ആവശ്യമെങ്കിൽ വേണ്ട തിരുത്തലുകൾ നമ്മൾ നടത്താറുണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഈ റിസൾട്ടിനെ സംബന്ധിച്ച് ഒരു സംശയം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ റിസൾട്ട് കൃത്യമാണോ എന്ന് ഒരു സംശയം നിങ്ങൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നിയൊരു സംശയത്തിൻ്റെ റിസൾട്ടാണ്, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. നമ്മുടെ ആരോഗ്യ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ കൊളസ്ട്രോൾ നോക്കാറുണ്ട്, ഞാൻ ഷുഗർ നോക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഇതിൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ച് സംശയമുണ്ടായ ചില സാഹചര്യങ്ങളുണ്ട്. നമ്മൾക്ക് തന്നെ ഒരു വലിയ വേരിയേഷൻ ഇതിനകത്ത് വരുന്നുണ്ടെന്നൊരു സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ റിസൾട്ട് അറിയാനും ഈ റിസൾട്ടിൻ്റെ ഇത് കൃത്യമാണെന്നറിയാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കേ പറ്റൂ. അങ്ങനെ കഴിഞ്ഞ ജൂൺ മാസം 20-ാം തീയതി ഞാൻ എൻ്റെ ഒരു പരീക്ഷണത്തിൻ്റെ ആരംഭം തുടങ്ങിയതാണ്. നിങ്ങളുടെ മുമ്പിൽ കുറേ പേപ്പറുകളുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ നിങ്ങൾ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് മുഴുവൻ, ഈ കാണുന്ന പേപ്പറുകൾ മുഴുവൻ പലതവണയായി നടത്തിയ റിസൾട്ടാണ്. ഞാൻ കഴിഞ്ഞ ജൂൺ മാസം 20-ാം തീയതി ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന ചെറുപുഴ ടൗണിൽ തന്നെ വരുന്ന ചില സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ മെഡിക്കൽ സെൻറ്ററിൽ, ലാബുകളിൽ ഈ റിസൾട്ടിനെ സംബന്ധിച്ച് ഒന്ന് പരീക്ഷിക്കുവാനുള്ള ഞാൻ എൻ്റെ പരീക്ഷണം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ കേവലം 15 മിനിറ്റിൻ്റെ ഇടവേളയിൽ ചെറുപുഴയിലെ 3 സ്ഥാപനങ്ങളിൽ, ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ചെറുപുഴയിലെ 3 സ്ഥാപനങ്ങളിൽ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ, ഷുഗർ എന്നിവ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആദ്യത്തെ സമയം 9:15 ഞാൻ എത്തുന്നു, ഫാസ്റ്റിങ്ങിലാണ്. ആദ്യത്തെ സെൻറ്ററിൽ പരിശോധിച്ചു. 5 മിനിറ്റിന് ശേഷം തൊട്ടടുത്ത സെൻറ്ററിലെത്തി. രണ്ടും ഇടത് കൈയിലാണ് കുത്തിയത്. മൂന്നാമത്തെ സ്ഥലത്ത് ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എത്തി. അവിടെ എൻ്റെ വലത് കൈയിലാണ് അവർ ടെസ്റ്റ് ചെയ്തത്. ആരും ഏതായാലും മുന്നേ കുത്തിയോ അല്ലെങ്കിൽ പാടൊന്നും കണ്ടിട്ട് എന്നോട് സംശയമൊന്നും ചോദിച്ചില്ല. ഞാൻ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തു. ഞാൻ ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ റിസൾട്ട് എൻ്റെ വാട്സപ്പിലെത്തി. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഏതാണ്ട് 1 മണിക്കൂറിന് 1.5 മണിക്കൂറിനുള്ള ഗ്യാപ്പിന് നമുക്ക് ആ റിസൾട്ട് കിട്ടി. ഞാൻ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കുകയാണ്. സ്ഥാപനം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഈ റിസൾട്ട് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തെ ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ലാത്തതുകൊണ്ട് ആ റിസൾട്ടിൻ്റെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ആ റിസൾട്ട് ഇവിടെ ലഭിച്ചു എന്നുള്ളതിനേക്കാളും ഇത് ചെറുപുഴയിൽ മാത്രം നടക്കുന്നൊരു കാര്യമല്ലാത്തതിനാലും ഞാൻ ആ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. എൻ്റെ ഷുഗർ ഞാൻ ആദ്യം നോക്കിയ സ്ഥലത്ത് രേഖപ്പെടുത്തിയിരുന്നത് 87 ലെവലാണ്. ഷുഗറിൻ്റെ ലെവൽ 87. രണ്ടാമതെടുത്ത ഷുഗറിൽ 108 പോയിൻ്റാണ്. മൂന്നാമത്തെ സ്ഥലത്ത് നോക്കുമ്പോൾ 93 പോയിൻ്റ്. അതായത് ആദ്യം നോക്കിയ സ്ഥലവും പിന്നീട് നടന്ന ആ സ്ഥലവും തമ്മിൽ, ഏറ്റവും അവസാനം നോക്കിയ സ്ഥലവും തമ്മിൽ 21 പോയിൻ്റ് വ്യത്യാസം സംഭവിക്കാൻ ചിലപ്പം അപൂർവമൊക്കെ ആയിട്ട് സംഭവിക്കാം. ഇനി ഞാൻ എൻ്റെ കൊളസ്ട്രോളിലേക്ക് പോകാം. ആദ്യം നോക്കി 208 ടോട്ടൽ കൊളസ്ട്രോളാണ് 298. രണ്ടാമത്തത് 249. മൂന്നാമത്തെ സ്ഥലത്ത് 254. അതായത് ഏതാണ്ട് 50 പോയിൻറ്റിൻ്റെ അടുത്ത് വ്യത്യാസം, ഏറ്റവും കൂടുതലും കുറവും തമ്മിൽ 2 സ്ഥലങ്ങൾ തമ്മിൽ 50 പോയിൻറ്റോളം വ്യത്യാസം വന്നു.
ഇനി ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ 230, 220, 211, വലിയ വേരിയേഷൻ ഇല്ല, അത്യാവശ്യം ഇതാ. HDL 50, 50, 40. LDL 212, അവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. LDL ആദ്യം നോക്കിയ സ്ഥലത്ത് എനിക്ക് ലഭിച്ചത് 212 രണ്ടാമത് നോക്കിയ സ്ഥലത്ത് 148 64 പോയിന്റിൻ്റെ വ്യത്യാസം. മൂന്നാമത്തെ സ്ഥലത്ത് 181. അതായത് ഓരോ സ്ഥലങ്ങളിൽ തമ്മിൽ ഏതാണ്ട് 30 പോയിന്റോളം വെച്ച് അവറേജ് ഒരു വ്യത്യാസം വന്നു. എന്നാൽ 148 കുറഞ്ഞ് കാണിച്ചു, മറ്റൊരു സ്ഥലത്ത് 212 പോയിന്റ്. അതായത് ആകെ 148, അതിൻ്റെ പകുതിയോളം ലെവൽ മാറ്റമുണ്ട്. അടുത്ത സ്ഥലത്ത് ഉയർന്ന ലെവലിലാണ് കാണിക്കുക 212. VLDയിലും 46, 44, 42 നില ലഭിച്ചു. അപ്പോൾ ഞാൻ ഈ റിസൾട്ട് ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് എൻ്റെ ദൈവമേ എന്നാണ്. കാരണം ഡോക്ടർ പറഞ്ഞത് ഈ റിസൾട്ട് വെച്ച് ഞാൻ എങ്ങനെയാണ് മരുന്ന് എഴുതുന്നത്. അപ്പം ഇത് 3 സ്ഥലത്താണ് ഞാൻ ടെസ്റ്റ് ചെയ്തത്. എനിക്കും സ്വാഭാവികമായിട്ട് സംശയം, ഇത് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ അല്ലെങ്കിൽ കൂടുതലാണോ കുറവാണോ. സ്വാഭാവികമായിട്ട് കൊളസ്ട്രോൾ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണ് 1-2 സ്ഥലങ്ങളിൽ തമ്മിൽ കാണിച്ചത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ സംശയമുണ്ട്. ഞാനൊരു 15 ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് ഏതാണ്ട് ജൂലൈ മാസം 3-ാം തീയതി ഈ ചെറുപുഴയിൽ തന്നെ 6 സ്ഥലത്ത് കേവലം 3.25 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 6 കുത്താണ്. ഇവിടെ 4 കിട്ടി, അതായത് ഇടത് കയ്യിൽ 4 കിട്ടി, വലത് കയ്യിൽ 2. അങ്ങനെ ഞാൻ 3/4 മണിക്കൂറിൻ്റെ 8:45 തുടങ്ങിയ ടെസ്റ്റ് 9:30 ആയപ്പോൾ ഞാൻ തീർത്തു. 3/4 മണിക്കൂറിൻ്റെ ഫാസ്റ്റിങ്ങിലാണ് അത് നോക്കുന്നത്. ഈ തവണ ആദ്യത്തെ തവണ ഞാൻ 3 ലാബുകളെയാണ് ആശ്രയിച്ചതെങ്കിൽ രണ്ടാമത്തെ തവണ ഞാൻ 3 ഹോസ്പിറ്റലുകളെയും കൂടി തിരഞ്ഞെടുത്തു. അത്യാവശ്യം ഫേമസ് ആയ 3 ഹോസ്പിറ്റലുകളെയും തിരഞ്ഞെടുത്തു, 3 ലാബുകളെയും തിരഞ്ഞെടുത്തു. ആദ്യത്തെ ടെസ്റ്റ് എടുത്ത ലാബുകളെയും ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ വായിക്കാം നിങ്ങളുടെ മുമ്പിൽ. ഷുഗർ 88, കൊളസ്ട്രോൾ രണ്ടാമത്തെ സ്ഥലത്ത് ഷുഗർ 82, പിന്നെ 103, 87, 97, 70. അതായത് ഏറ്റവും കുറഞ്ഞ് കാണിച്ച സ്ഥലത്തും ഏറ്റവും കൂടുതൽ കാണിച്ച സ്ഥലവും തമ്മിലുള്ള വ്യത്യാസം 33 പോയിൻ്റാണ്. ഷുഗറാണ്. ഷുഗറിൻ്റെ 2 സ്ഥലങ്ങളിൽ 2 ടെസ്റ്റ് സെൻ്ററുകളിൽ തമ്മിലുള്ള വ്യത്യാസം 33 പോയിൻ്റാണ് കാണിച്ചത്. ഈ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ ഈ ഷുഗറിൽ എനിക്ക് 2 നോർമൽ റേഞ്ച് ആയതുകൊണ്ട് സാരമില്ല. ആ സമയത്ത് ഏറ്റവും കുറവ് കാണിച്ച സ്ഥലത്ത് ഒരു 110 കാണിക്കുകയും അതിനോട് മുമ്പേ കാണിച്ച ആ 33 പ്ലസ് ചെയ്താൽ അടുത്ത സ്ഥലത്ത് 143 കാണിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മരുന്ന് എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ ഷുഗർ കൂടുതലാണെന്ന റിസൾട്ടാണ് എനിക്ക് ലഭിക്കുക. ഇനി അവിടുത്തെ കൊളസ്ട്രോളിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ പറയാം. ആദ്യത്തെ സ്ഥലത്ത് 249, പിന്നീട് 240, 260, 272, 289, 239. അതായത് ഏറ്റവും കുറവ് കാണിച്ച സ്ഥലത്തേക്കാളും ഏറ്റവും കൂടുതൽ കാണിച്ച സ്ഥലത്തിന് 50 പോയിൻറ്റിൻ്റെ അധികമുണ്ട് റിസൾട്ടിൽ. അതായത് 230 പ്ലസ് 50, 289 പോയിൻറ്റ്. 50 പോയിൻ്റാണ് കൊളസ്ട്രോളിലുള്ള വ്യത്യാസം. ടോട്ടൽ കൊളസ്ട്രോളിലെ കാര്യമാണ്. ഇനി ട്രൈഗ്ലിസറൈഡിലെ വിചിത്രമായ കണക്കോടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. 292, 183, 290, 264, 288, 240. അതായത് പൊതുവേ 3-4 സ്ഥലത്തിൽ വലിയ വ്യത്യാസമില്ല. 280, 290 ലെവലുണ്ട്. അത് നല്ല കൂടുതലാണ്. പക്ഷേ ഒരു സ്ഥലത്ത് കാണിച്ച് 183 പോയിൻറ്റ്. ഏറ്റവും കൂടുതൽ കാണിച്ചത് 292. അതായത് ഏറ്റവും കുറഞ്ഞ് കാണിച്ച സ്ഥലത്തേക്കാളും 109 പോയിൻറ്റിൻ്റെ അധികമാണ് മറ്റുള്ള സ്ഥലത്ത് കാണിച്ചത്. സ്വാഭാവികമായിട്ടും ഈ 183 ട്രൈഗ്ലിസറൈഡ് കാണിച്ച സ്ഥലത്ത് ടെസ്റ്റ് നടത്തുന്ന ആളുടെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് ഡോക്ടർ മരുന്ന് എഴുതിയാലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. HDL 43, 48, 52, 56, 47, 45 വലിയ വ്യത്യാസങ്ങളില്ലാതെയൊക്കെ ഉണ്ട്. ഇനി LDLൻ്റെ കണക്കിലേക്ക് ഞാൻ വരാം. പ്രധാനപ്പെട്ടത് ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDL. ഞാൻ ആദ്യം കാണിച്ച സ്ഥലത്ത് LDL തമ്മിലൊരു 62 പോയിൻറ്റ് വ്യത്യാസം കാണിച്ചിരുന്നു ആദ്യത്തെ ടെസ്റ്റിൽ നടത്തിയപ്പോൾ. അതായത് ഞാൻ ജൂൺ മാസം 20-ാം തീയതി നടത്തിയ ടെസ്റ്റിൽ. ഇനി ഇവിടെ ഏറ്റവും ആദ്യം കാണിച്ച സ്ഥലത്ത് 147, പിന്നീട് 156, 150, 158, 205, 130. അതായത് ഏറ്റവും കുറഞ്ഞ LDL എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്ന ടെസ്റ്റ് സെൻ്ററിൽ 130 പോയിൻ്റാണ് കാണിച്ചത്. ഏറ്റവും കൂടുതൽ കാണിച്ച സ്ഥലത്ത് 205. അതായത് 75 പോയിൻ്റാണ്. 130ൻ്റെ പകുതി നമുക്കറിയാം 65. ആ പകുതിയോളം അധികമാണ് അടുത്ത സ്ഥലത്ത് കൂടുതൽ. ഈ റിസൾട്ട് ഇതുപോലെ VLDയിൽ 58, 36, 58, 53, 58, 48 ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഈ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ LDLിലെ വ്യതിയാനം അല്ലെങ്കിൽ കൊളസ്ട്രോളിൽ 50 പോയിൻ്റ് വ്യത്യാസം, മോശം കൊളസ്ട്രോൾ LDLിൽ 75 പോയിൻറ്റിൻ്റെ വ്യത്യാസം. ഇത് 2 ലാബുകളിലെ ഏറ്റവും വ്യത്യാസങ്ങളാണ്. ചെറുപുഴ എന്നൊരു സ്ഥലത്ത് ഞാൻ നടത്തിയ ഒരു പരീക്ഷണത്തിൻ്റെ റിസൾട്ടാണിത്. ഞാൻ ഇതും ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ എന്ന് പറഞ്ഞത് ഈ റിസൾട്ട് വെച്ച് നിങ്ങൾ എങ്ങനെ മരുന്ന് മേടിക്കാനാണെന്ന് ചോദിച്ചു. അതുപോലെ ഒരു സെൻറ്ററിൽ ചെന്നവനോട് പറഞ്ഞു
നിങ്ങൾ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ടെസ്റ്റ് നടത്താൻ പാടില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഞാൻ ഈ രണ്ടാമത് കാണിച്ചപ്പോഴും ഞാൻ എല്ലാ സെൻറ്ററുകളിലും, അതായത് പ്രധാനപ്പെട്ട അധികം കാണിച്ച സ്ഥലത്തും കുറവ് കാണിച്ച സ്ഥലത്തും ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു, അല്ലെങ്കിൽ ലാബിൽ പോയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, ഒരിടത്ത് കുറവ് കാണിച്ചത് ഹോസ്പിറ്റലും കൂടുതൽ കാണിച്ച ലാബിലുമായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പോയിന്റിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. അത് രണ്ടുപേരും എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ക്ലിയർ ആണ് എന്ന അർത്ഥത്തിലാണ് അവരെന്നോട് സംസാരിച്ചത്. ഞാൻ ഏതായാലും ഈ രണ്ടാമത്തെ റിസൾട്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെ, അങ്ങനെയല്ലേ നമുക്ക് ഊഹിക്കാൻ പറ്റൂ. ഞാൻ മെഡിസിൻ എടുത്തു, ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്തു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഡെങ്കിപ്പനി, അതായത് ഡെങ്കിയുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ 2 ലാബുകൾ തമ്മിൽ അടുത്ത സമയത്ത് നടത്തിയപ്പോൾ 1.5 ലക്ഷം പോയിന്റിന് അധികമാണ് കാണിച്ചതെന്ന് ഡോക്ടറിനോട് പറയാണ്. ഇത് കൊളസ്ട്രോളും ഷുഗറിൻ്റെയും മാത്രം കാര്യത്തിലാണ്. ഇനി ഈ റിസൾട്ട് വെച്ച് ഞാൻ മരുന്ന് മേടിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 30 ദിവസത്തോളം ഞാൻ മരുന്ന് കഴിച്ചു. ഒടുവിൽ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ്. ഇന്ന് രാവിലെ ഞാൻ സെൻറ്ററിൽ പോയി ടെസ്റ്റ് നടത്താമെന്ന് തീരുമാനിച്ചു. ഒരു 2 സെൻറ്ററിലെങ്കിലും ടെസ്റ്റ് നടത്തണമെന്ന താല്പര്യത്തോടെയാണ് പോയത്. മുന്നിലെ ടെസ്റ്റിലെ റിസൾട്ടിനെ അടിസ്ഥാനമാക്കി 2 ലാബിൽ പോയെങ്കിലും ടെസ്റ്റ് നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് പോയത്. ഞാൻ ആദ്യം പോയ സ്ഥലങ്ങളിൽ ഏതാണ്ട് 2 സ്ഥലങ്ങളിൽ 10 മിനിറ്റ് ഗ്യാപ്പിലെടുത്തു. 2 ഗ്യാപ്പിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം. ഞാൻ ആദ്യം ഈ 2 സ്ഥലങ്ങളിലെയും റിസൾട്ട് തമ്മിൽ അവരോട് ഞാൻ സംസാരിച്ചിരുന്നു. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഗൗരവത്തിൽ പറഞ്ഞാണ്. അപ്പോൾ റിസൾട്ടിന് എനിക്കത് ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറച്ചാണ് കാണിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ എന്നാൽ ഒരെണ്ണം കൂടെ നോക്കാൻ നിർത്തു. 3ാമത് റിസൾട്ട് ചെയ്യുന്നു. പിന്നീട് ഞാൻ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്കൊരു സമയം, പോകുന്ന വഴിയിൽ ഞാൻ അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് സെൻറ്ററിലും അതുപോലെ മറ്റൊരു സെൻറ്ററിലും ലാബിലും കൂടെ ഞാൻ ടെസ്റ്റ് നടത്തി. അങ്ങനെ ഇന്നേ ദിവസം ഞാൻ 5 ടെസ്റ്റ് നടത്തി. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ജൂൺ 20-ാം തീയതി നടത്തിയത് 3 ടെസ്റ്റ് സ്ഥലത്താണെങ്കിൽ 3 സ്ഥലത്താണ് ടെസ്റ്റ് നടത്തിയെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ 5ാമത്തെ തവണ ഞാൻ ടെസ്റ്റ് നടത്തിയത് 6 സ്ഥലത്താണ്. ഈ 3ാമത്തെ തവണ ഇന്നേ ദിവസം ഈ ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞാൻ ടെസ്റ്റ് നടത്തിയത് 5 സ്ഥലത്താണ്. അതിൻ്റെ റിസൾട്ടും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. അതിൻ്റെ ഫോണിൽ ഞാൻ ചാർട്ടാക്കി കൃത്യമായിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ ഒപ്പം, എൻ്റെ ഈ വീഡിയോയിൽ ഒപ്പം തന്നെ ഞാനത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓരോ. പക്ഷേ സെൻറ്ററുകളുടെ പേര് ഞാൻ രേഖപ്പെടുത്താറില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നില്ല. അത് ഏതാണ് കൃത്യമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇന്നത്തെ ദിവസത്തെ ടെസ്റ്റ് ഷുഗർ 80, 80, 95, 107, 82. അതായത് ഏറ്റവും കുറവ് കാണിച്ചതും ഏറ്റവും കൂടുതൽ കാണിച്ചതും 27 പോയിന്റ് ഷുഗറിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇനി കൊളസ്ട്രോൾ, ഞാൻ ഇന്ന് റിസൾട്ട് എടുത്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എൻ്റെ കൊളസ്ട്രോൾ കുറവാണ് എനിക്ക് കാണിച്ചിരുന്നതെന്ന്. കൊളസ്ട്രോൾ എനിക്ക് 174 അതുപോലെ 145 ആദ്യം കാണിച്ച 2 സ്ഥലങ്ങളിലും കണ്ടത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് സന്തോഷിച്ചു. എൻ്റെ കൊളസ്ട്രോൾ കുറഞ്ഞു, ഇനിയിപ്പോൾ മെഡിസിൻ എടുക്കേണ്ട, ആഘോഷമായി. കാരണം വ്യായാമം ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ട്, കാലിനൊരു പരിക്ക് വന്നതിനാലാണ് ഞാൻ ഈ മെഡിസിൻ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. കാരണം അത് നടക്കുന്നതിന് എനിക്ക് താരതമ്യേന ബുദ്ധിമുട്ട് വന്നൊരു സാഹചര്യം വന്നു. കുറച്ച് മാസമായിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഈ കൊളസ്ട്രോളിന് ഒരു അധികം വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തെ റിസൾട്ട് കുറിച്ചാണ്. 174 ആദ്യം കാണിച്ച ടെസ്റ്റ് സെൻറ്ററിലെ ഇന്നത്തെ റിസൾട്ട്. രണ്ടാമത് 145 പോയിന്റ്. മൂന്നാമത് ഞാൻ സംശയത്തിൻ്റെ ഈ 2 സ്ഥലങ്ങൾ തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നൊരു ഡൗട്ട് വന്നതിനാൽ ഞാൻ 3ാമത്തെ സ്ഥലത്ത് പോകുന്നു. അവിടുത്തെ റിസൾട്ട് 215. ഇനി 4ാമത് ഞാനൊരു ഗവൺമെൻറ് സെൻറ്ററിലാണ് പോയത്. അവിടെ കാണിച്ചത് 207. ഇനി അവസാനം കാണിച്ചത് 5ാമത്തെ സ്ഥലം. 5ാമത്തെ സ്ഥലത്ത് എനിക്ക് വന്നത് 255. അതായത് ഏറ്റവും കുറഞ്ഞ് കാണിച്ച കൊളസ്ട്രോൾ 145, ഏറ്റവും കൂടുതൽ കാണിച്ച് 255. 110 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് 2 ലാബുകൾ തമ്മിൽ ഒരു നാട്ടിലുണ്ടായിരിക്കുന്നത്. അതായത് 110 പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം. 145 എന്ന് പറഞ്ഞാൽ എനിക്ക് കൊളസ്ട്രോൾ നോർമലാണ്. അതായത് എൻ്റെ 200 വരെ കൊളസ്ട്രോൾ നോർമൽ ആയിട്ട് കണക്കാക്കുന്ന സ്ഥലത്ത് 2 ലാബുകളിൽ 145, 174 കാണിച്ചു. അതിൽ 145 നോർമൽ റേഞ്ചിൽ, അതായത് നോർമൽ എന്ന ലെവലിൽ കണക്കാക്കുന്നതിനേക്കാൾ ഒരു 55 പോയിന്റ് കുറവ് കാണിച്ചു. അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഓക്കെയാണ്. അവർ തന്നെ എന്നോട് ചോദിച്ചു മെഡിസിൻ എടുത്തിരുന്നോ, അല്ലെങ്കിൽ ഇത് കുറവാണല്ലോ എന്ന് ചോദിച്ചതാണ് അവർ, ഈ ലാബുകാർ തന്നെ. പക്ഷേ ഏറ്റവും കൂടുതൽ കാണിച്ചത് 255 പോയിന്റ്, 110 പോയിന്റ് കൊളസ്ട്രോളിൽ തന്നെ മാറ്റം. ഇനി അടുത്തത് ട്രൈഗ്ലിസറൈഡ്. അവിടെ ഏറ്റവും 138, 120, 135, 154, 182. അതായത് ഏറ്റവും കുറഞ്ഞ സ്ഥലവും ഏറ്റവും കൂടുതൽ സമയം തമ്മിൽ 120, 182. അതായത് 62 പോയിന്റ് ഈ 2 സ്ഥലങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് മുൻപത്തെ തവണ ഞാൻ പറഞ്ഞു 109 പോയിന്റാണ് ട്രൈഗ്ലിസറൈഡ് വന്ന മാറ്റം ഉണ്ടായിരുന്നത് 2 സ്ഥലങ്ങളിൽ തമ്മിൽ. ഇവിടെ 62 പോയിന്റ്. സ്വാഭാവികമായിട്ടും മെഡിസിൻ എടുത്തു, എനിക്ക് അതിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നിട്ടും കാണിച്ചേക്കുന്ന 62 പോയിന്റിൻ്റെയാണ് വ്യത്യാസം. ഇനി HDL വന്നപ്പോൾ 53, 48, 50, 48, 57 കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു കൊളസ്ട്രോളായിട്ട് അത് ആ ലെവലിൽ കുഴപ്പമില്ല. ഇനി LDL. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, ആദ്യം കാണിച്ചപ്പോൾ എനിക്ക് LDL കാണിച്ചത് നല്ല ഹരയും ചെയ്ത് 212 വരെ കാണിച്ചിരുന്നു. 148ഓളം, ഏറ്റവും 139ഓളം ഏറ്റവും കുറച്ച് കാണിച്ചു.
രണ്ടാമത്തെ തവണയും അത് ഉയർന്ന നിലയിൽ തന്നെ കാണിച്ചിരുന്നു. ഇനി ഈ മൂന്നാമത്തെ തവണ LDL ഏറ്റവും ആദ്യം കാണിച്ച സ്ഥലത്ത് 93 ലെവലിലാണ് കാണിച്ചത്. രണ്ടാമത് 86, മൂന്നാമത്തെ സ്ഥലത്തത് 145, ഒടുവിൽ ഒരു 128, 162. അതായത് ഏറ്റവും കുറച്ച് ഇന്ന് LDL കാണിച്ചേക്കുന്നത് 86 LDL എന്ന് പറഞ്ഞാൽ 130 റേഞ്ചിൽ വരെ നോർമലിൽ കണക്കാക്കും. അതിൽ 86 ഏറ്റവും കുറച്ച് കാണിച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ കാണിച്ചത് 62, 162 പോയിന്റ്. അതായത് ഏതാണ്ട് ഇരട്ടിയോളമാണ് പറയുന്നത്. 76 പോയിന്റാണ് വ്യത്യാസം. ഈ 76 പോയിന്റിൻ്റെ വ്യത്യാസം എന്ന് നമ്മൾ ചിന്തിക്കണം. ഏറ്റവും കുറച്ച് കാണിച്ചേക്കുന്ന 86 ഉള്ളൂ. വളരെ നോർമൽ കണ്ടീഷൻ നിൽക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു റിസൾട്ട് മറ്റൊരു സ്ഥലത്തെത്തി 162 കൂടുതൽ കാണിച്ച സ്ഥലത്തെ റിസൾട്ടാണ് കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു 62ഉം 76 പോയിന്റിൻ്റെ വ്യത്യാസം. VLDയിൽ 28, 24, 27, 31, 36 ലെവൽ. അപ്പം ഈ 3 തവണയായിട്ട് ഞാൻ ആദ്യത്തെ തവണ 3 സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തു, രണ്ടാമത്തെ തവണ 6 സ്ഥലത്ത് ടെസ്റ്റ് ചെയ്തു. ഈ അവസാനം അല്ലെങ്കിൽ ഇന്ന് ഈ റിസൾട്ട് ഇന്ന് ഈ 10-ാം തീയതി ആഗസ്റ്റ് മാസം 10-ാം തീയതി ഇന്ന് 5 സ്ഥലത്തും 14 സ്ഥലത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഏതാണ്ട് 300 രൂപ റേഞ്ചിലാണ് മിക്ക സ്ഥലത്തും. ഒരു സ്ഥലത്ത് ഒരു 400 രൂപയുണ്ട്. എന്നാൽ ബാക്കി എല്ലായിടത്തും ആ റേഞ്ചിലാണ് വേർതിരിച്ച് തന്നെയാണ് നോക്കിയിരുന്നത്. കാരണം റിസൾട്ടിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നതിനാൽ. ഏതായാലും ഈ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലാണ് വെക്കുന്നത്. നമ്മുടെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് നമുക്ക് വളരെ മതിപ്പുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മോശമല്ല, കാരണം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും PHCയും കാര്യങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ സംവിധാനങ്ങളൊക്കെ വലിയ തരക്കേടില്ലാത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നവർ നമ്മുടെ സംവിധാനത്തെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കറക്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാനൊക്കെ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ ലാബുകളെ സംബന്ധിച്ച് നമ്മുടെ ഈ വിലയിരുത്തലുകൾ ചിന്തിച്ചേ മതിയാവൂ. കാരണം ഇത് എൻ്റെ അനുഭവത്തിൽ 14 സ്ഥലങ്ങളിലായിട്ട് ഈ 2 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ എടുത്ത ടെസ്റ്റിൻ്റെ റിസൾട്ടാണ്. ഇതെല്ലാം ഒരേ സമയത്താണ്. ഈ താരതമ്യം ചെയ്തേക്കുന്നതെല്ലാം ഒരേ സമയത്ത് എടുത്ത റിസൾട്ടുകളാണ്. ഇങ്ങനെയാണോ നമ്മുടെ ആരോഗ്യരംഗം പോകേണ്ടത്? ഇത് വെച്ച് മെഡിസിൻ എടുക്കേണ്ട ഒരു രോഗിക്ക് അല്ലെങ്കിൽ റിസൾട്ട് കൂടുതൽ കാണിച്ച ഒരാൾ മെഡിസിൻ എടുക്കാൻ പോയാൽ അയാൾ എന്ത് വിശ്വസിച്ചാണ് മെഡിസിൻ എടുക്കുന്നത്? ഒരു സ്ഥലത്തെ റിസൾട്ടിൽ എനിക്ക് ഇന്നത്തെ റിസൾട്ട് തന്നെ മെഡിസിൻ എടുക്കേണ്ടാത്ത സ്ഥലങ്ങളുമുണ്ട്, മെഡിസിൻ എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥയിലുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ പോകുന്ന ഈ ഒരു സംവിധാനത്തിന് ലാബുകൾക്ക് ലൈസൻസ് അനുവദിച്ചു കഴിഞ്ഞാൽ ഈ ലാബിനെ സംബന്ധിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു ചെക്കിങ് നടക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഇന്നത്തെ റിസൾട്ട് വെച്ച് ഞാൻ മെഡിസിൻ എടുക്കണോ വേണ്ടയോ എന്നത് ഇതിനെക്കുറിച്ച് അല്പമെങ്കിലും ധാരണയുള്ള നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ പോയാൽ പോരാ നമ്മുടെ സംവിധാനം. ഇതിനൊക്കെ നമുക്ക് ഒരു സംവിധാനം ഉണ്ടാവേണ്ടത് തന്നെയാണ്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെ PHC ലെവൽ എല്ലാ പഞ്ചായത്തുകളിൽ നിന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ആ ലെവലിൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ ടെസ്റ്റ് സെൻ്ററുകളുടെ റിസൾട്ടിനെ ഒരു മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 മാസത്തിലൊന്ന് ഒന്ന് താരതമ്യം ചെയ്യുകയും അതിൽ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്താൻ ക്ലിയർ ചെയ്യാനുള്ളൊരു സംവിധാനവും കൃത്യമായി ഒരുക്കേണ്ടതുണ്ട്. അതുതന്നെ വേണമെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ടെസ്റ്റ് ഇവരുടെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാം. അല്ലെങ്കിൽ കൃത്യമായൊരു അവിടെ ഇടവേളയിൽ ഇത് പരിശോധിക്കാൻ പഞ്ചായത്തിൻ്റെയും കൂടെ നേതൃത്വത്തിൽ പ്രാഥമിക കേന്ദ്രങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതങ്ങനെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിന് മരുന്ന് കഴിക്കുകയും ആവശ്യമുള്ളതിന് മരുന്ന് കഴിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതിന് മരുന്ന് കഴിക്കുകയും ആവശ്യമുള്ളതിന് മരുന്ന് കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകുന്ന തീർച്ചയാണ്. ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഈ റിസൾട്ട് എന്നോട് നേരിട്ട് ആവശ്യപ്പെടുന്ന ആർക്കും ഞാൻ ഈ റിസൾട്ട് കാണിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു സ്ഥാപനം ഏതാണ് ക്ലിയർ എന്ന് അറിയത്തില്ലാതെ നമുക്ക് ആ സ്ഥാപനത്തെ വ്യക്തമായി പറയാൻ കഴിയില്ല ഒരിക്കലും. കാരണം ഇത് റിസൾട്ട് എത്ര റിസൾട്ട് എടുത്താലും ഇതിനകത്ത് ഏതാണ് ശരിയെന്ന് എനിക്കറിയില്ല. കൂടുതൽ കാണിച്ചതാണോ ശരിയെങ്കിൽ കുറവ് കാണിച്ച സ്ഥലങ്ങളിലെ വെച്ച് മരുന്ന് മേടിക്കാതിരിക്കുന്ന ആളുടെ അവസ്ഥ ഓർത്ത് നോക്കി. അതുപോലെ തന്നെ ഏറ്റവും കുറവ് കാണിച്ചതാണ് ശരിയെങ്കിൽ കൂടുതൽ കാണിച്ച റിസൾട്ട് അത് കണ്ട് മരുന്ന് മേടിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ വിശ്വസിക്കുന്ന ഈ ലാബുകളെയാണ്. ഇത് വെറും കൊളസ്ട്രോളും ഷുഗറിൻ്റെയും മാത്രം കാര്യത്തിലാണ്. മറ്റെത്രയോ ടെസ്റ്റുകൾ ചെയ്യാൻ നമ്മൾ ലാബിനെ സമീപിക്കുന്നതാണ്. ഈ ലാബുകളുടെ റിസൾട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് നമുക്ക് വിശ്വസിച്ച് സെൻറ്ററുകളിൽ പോകാൻ കഴിയുക? കേരളത്തിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കില്ല കൂടുതൽ ആളുകളും. എനിക്ക് തോന്നുന്നു അത് സ്വകാര്യ ലാബുകളെയാണ്. 90% ആളുകളും സ്വകാര്യ ലാബുകളെയാണ് ആശ്രയിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാനിപ്പോൾ നോക്കിയത് ചെറുപുഴ എന്ന സ്ഥലത്താണ്. ഏതാണ്ട് 10-15ഓളം ലാബുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിൽ ഇത്രയൊന്നും സൗകര്യങ്ങളുണ്ടാകത്തില്ല. 1-2 സെൻറ്ററുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ ചില പഞ്ചായത്തുകളിലൊക്കെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഈ റിസൾട്ടിൽ വേരിയേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അധികം കാണിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കാണിക്കുകയോ ചെയ്താൽ അവരെങ്ങനെയാണ് മരുന്ന് മേടിച്ച് ഇതിന് കൃത്യമായ ഒരു ആ രോഗത്തെ അല്ലെങ്കിൽ അവരുടെ ആ അധികമുള്ള കൊളസ്ട്രോളിനെയോ ഷുഗറിനെയോ കുറയ്ക്കാൻ സാധിക്കുന്നത്? ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു റിസൾട്ടാണിത്. തീർച്ചയായിട്ടും
ഞാനിത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തും. ആരോഗ്യമന്ത്രിക്കടക്കം ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഞാൻ രേഖപ്പെടുത്തും. അല്ലെങ്കിൽ അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ മാർഗ്ഗങ്ങളിലും ഞാൻ ഇതിൻ്റെ ഒരു മാർഗ്ഗം സ്വീകരിക്കും. ഇത് നിങ്ങളുടെ അറിവിലേക്ക്. നമ്മൾ വിശ്വസിക്കുന്ന പല സെൻറ്ററുകളുണ്ടാകും, പക്ഷേ നിങ്ങളും പരീക്ഷിച്ചേ പറ്റൂ. കാരണം ഏതാണ് ശരിയെന്ന് കണ്ടെത്തേണ്ടത് നമ്മുടെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എനിക്കിത് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇതൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്നത്തെ റിസൾട്ട് കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനൊരു മാറ്റമില്ല. ആദ്യത്തെ റിസൾട്ട് കണ്ടു, രണ്ടാമത്തെ റിസൾട്ട്, മൂന്നാമത്തേതാകുമ്പോൾ ഓരോ ലാബുകളിലും മാറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ റിസൾട്ട് ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അത്യാവശ്യം എൻ്റെ വീഡിയോടൊപ്പം തന്നെ നൽകുന്നതാണ്. സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ നൽകുന്നതായിരിക്കില്ല, പക്ഷേ നേരിട്ട് എന്നോട് ചോദിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പറയുകയും ചെയ്യും. കാരണം എൻ്റെ അടുത്ത് റിസൾട്ടുണ്ട്. ഈ 14 സ്ഥലത്തെയും റിസൾട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാനത് മേടിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ ഇതുപോലെയുള്ള മറ്റ് വിഷയങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഞാനതും അത്തരം വിവരങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനുള്ള ഒരു ശ്രമവും തുടരുന്നതായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ന് ഇത്രയും നേരം എന്നെ ശ്രമിച്ച എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ദിവസം ഞാൻ ഗുഡ് ബൈ.